നമ്മുടെ N30 ബാച്ചിൻ്റെ ആഡ് മൊഡ്യൂളിൻ്റെ അവസാനമായിട്ട് അവർക്കൊരു ആഡ് ഫിലിം പ്രൊഡക്ഷനാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു ക്രൂ എന്ന് പറയുന്നത് എഡിറ്റർ, സിനിമാറ്റോഗ്രാഫർ, സൗണ്ട് ഡയറക്ടറാണ്. നമ്മളിപ്പം സംസാരിക്കാൻ പോകുന്ന ഒരു പർട്ടിക്കുലർ ക്രൂ ചെയ്യുന്നത് Spotify എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആഡാണ്. അതിൻ്റെ ഡയറക്ടറായിട്ട് വരുന്നത് ഡയറക്ഷൻ ഫാക്കൽറ്റിയിലെ അബ്ദുള്ള സാർ തന്നെയാണ്. ഈ ഒരു ആഡ് ഫിലിമിൻ്റെ പ്രോസസ്സ് എന്താണ്? ഇപ്പോൾ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ഒരു സ്റ്റേജിലാണുള്ളത്. അപ്പോൾ ഈ ഒരു ആഡ് ഫിലിം പ്രൊഡക്ഷൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്, പ്രീ പ്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് വരുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് അബ്ദുള്ള സാറിനോട് ഇന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു ആഡ് ഫിലിമിൻ്റെ ഫുൾ പ്രോസസ്സ് നമ്മൾ കവർ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള പ്രീ പ്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് അബ്ദുള്ള സാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നമുക്ക് സാറിൽ നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സാറേ, അപ്പോൾ ഈ ഒരു ആഡ് ഫിലിമിൻ്റെ ഒരു പർട്ടിക്കുലർ ഒരു കോൺസെപ്റ്റും അതിൻ്റെ ഒരു പരിപാടിയൊക്കെ എങ്ങനെയായിരുന്നു സാറിൻ്റെ ഒരു? ആക്ച്വലി എൻ്റെ DOP ആയിട്ടുള്ള കൃഷ്ണൻ്റെ കോൺസെപ്റ്റാണ്. സ്പോട്ടിഫൈ ബ്രാൻഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒന്നുമല്ല, അതായത് ഒരു ഹൗസ് പാർട്ടി നടക്കുന്നിടത്ത് ഒരു ജെൻസി കിഡ്സിൻ്റെ ഹൗസ് പാർട്ടിയാണ്. അപ്പോൾ അവിടെ ഒരു പഴയ ഒരു പാട്ട് ഒരാൾ വേറൊരു വേർഷനിൽ, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേർഷനിൽ, വളരെ വിയേർഡ് ആയിട്ടുള്ളൊരു വേർഷനിൽ പാടുന്നു. ആ പാടുന്നത് വളരെ അരോചകമായിട്ട് എല്ലാവർക്കും തോന്നുന്നു. അതിനുശേഷം കുറേ പേരുടെ റിയാക്ഷൻസ് മാറിയതിനു ശേഷം അവരുടെ കൂട്ടത്തിലുള്ള ജെൻസി കിഡ്സിന്റെ കൂട്ടത്തിലുള്ള ഒരുത്ത് സ്പോട്ടിഫൈയിൽ പ്ലേ ചെയ്യുന്നു, പാട്ട് പുതിയ ഒറിജിനൽ വേർഷൻ പ്ലേ ചെയ്യുന്നു. അങ്ങനെ അവരെല്ലാവരും എൻജോയ് ചെയ്യുന്നു. ഒറിജിനൽ ഹിറ്റ്സ് ഡിഫറെന്റ് പ്ലേ ഓൺ സ്പോട്ടിഫൈ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ആഡ് ഫിലിമിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺസെപ്റ്റിനെ നമ്മൾ എങ്ങനെ വിഷ്വലൈസ് ചെയ്യണം? ഒരു ആഡിലേക്ക് ഒരു 1 സെക്കൻഡ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 30 സെക്കൻഡ് ആഡായിട്ട് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്താണ് സാർ? അതിൻ്റെ ഒരു ഈ ഒരു കോൺസെപ്റ്റിന് നമ്മൾ ആദ്യം എന്താ നമ്മൾ ചെയ്തത്? ഫസ്റ്റ് സ്റ്റേജിൽ ഇത് നമ്മൾ സ്ക്രിപ്റ്റ് ആക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ആക്ച്വലി തുടക്കത്തിൽ സബ്ജക്റ്റ് ആയതിനു ശേഷം ഇതിനെ ട്രീറ്റ്മെന്റ് നോട്ട് ആക്കിയിട്ട് മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ മൂഡ് ബോർഡ് വരുന്നത്, പിന്നെ എന്തൊക്കെ കളർ സ്കീമാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആണ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു അതിന്റെ ഒരു ഡോക്യുമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ശേഷം പിന്നെ നമ്മൾ ഇതിന്റെ സ്ക്രിപ്റ്റിലേക്ക് കടക്കുന്നു. പിന്നെ സ്ക്രിപ്റ്റ് ആയതിനു ശേഷം പിന്നെ ബാക്കിയുള്ള സ്റ്റോറി ബോർഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. അപ്പോൾ ഇതിന്റെ ഒരു സ്റ്റോറി ബോർഡ് ഉണ്ടോ സാറിൻ്റെ? നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് N30 സ്റ്റുഡൻ്റ് ആയിട്ടുള്ള കൃഷ്ണൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നോട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ തുടക്കത്തിൽ ഏത് ബ്രാൻഡാണ് അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു ബ്രീഫായിട്ടുള്ളൊരു ഇൻട്രഡക്ഷൻ കൊടുക്കും. അതിനുശേഷം എന്താണ് സ്റ്റോറി എന്നുള്ളത് ഒരു സിനോപ്സിസ് രൂപത്തിൽ നമ്മൾ ഇതിൽ എഴുതുന്നത് ഉണ്ടാവും. പിന്നെ അതിന് ശേഷം പിന്നെ ഇതിൻ്റെ ടോൺ ആൻഡ് സ്റ്റൈല്, അതുപോലെ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി എങ്ങനെയാണ് എന്നുള്ളത്, പിന്നെ ലൈറ്റിംഗ്, കളർ ടോണ് തുടങ്ങിയിട്ടുള്ള നമുക്ക് ആ ടോട്ടൽ ഔട്ട്ലുക്ക് എന്താണെന്ന് തിരിച്ചറിയാവുന്ന രീതിയിൽ നമ്മൾ ഇത് ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്നതായിരിക്കും. അപ്പോൾ സാറേ, ഇതിൻ്റെ ഒരു മൂഡ് ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ, അതിൻ്റെ കളർ ടോണും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്തത്? ഒരു ആസ് എ ഡയറക്ടർ എങ്ങനെയാണ് നമ്മളത് ഫിക്സ് ചെയ്യുന്നത്? ബേസിക്കലി നമ്മളൊരു ആഡ് ചെയ്യുമ്പോൾ ആഡിൻ്റെ ബ്രാൻഡിങ് എങ്ങനെയാണെന്ന് നോക്കും. അവർ ബ്രാൻഡിങ്ങിൽ അവർക്ക് ഫിക്സ് ചെയ്ത് അവർ ചെയ്യുന്ന ഒരു കളർ സ്കീം ഉണ്ടോ, കളർ പാലറ്റ് ഉണ്ടോ. ഇപ്പോൾ സ്പോട്ടിഫൈ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഗ്രീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഗ്രീൻ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ കളർ പാലറ്റ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗ്രീനിൻ്റെ കോംപ്ലിമെൻ്ററി കളറായിട്ടുള്ള റെഡിന് അനലോഗസ് ആയിട്ടുള്ള കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ആഡിൻ്റെ ഒരു മൂഡിനനുസരിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതായത് അത് ഇതിൻ്റെ കളർ പാലറ്റിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? ആഡിൻ്റെ ഒരു മൂഡുണ്ടല്ലോ, ഇപ്പോൾ ആഡ് കോമഡി ആണോ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സാറ് കഥ പറഞ്ഞ് കേട്ടപ്പം നമുക്ക് കോമഡി ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ അത് അല്ലെങ്കിൽ ഒരു ഹ്യൂമർ എലമെന്റ് ഉണ്ടെന്ന് തോന്നി. അപ്പം അത് ഇതിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? കളേഴ്സിൽ അതായത് നമ്മൾ ലൈറ്റ്സ് ആണെങ്കിലും അതുപോലെ യൂസ് ചെയ്യുന്ന കോസ്റ്റ്യൂംസ്, പ്രോപ്സ് ആണെങ്കിലും ആ കളർ പാലറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളറല്ല, എന്നാലും കുറച്ച് മിഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ സാച്ചുറേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലെൻസിങ്ങിലാണ് കൂടുതൽ കുറച്ചുകൂടെ എക്സാജറേറ്റഡ് ആയിട്ട് കാണിക്കാൻ വേണ്ടി, ആ ലെൻസ് ഡിസ്റ്റോർഷനിലൂടെ എക്സാജറേറ്റഡ് ആയിട്ട് കാണിക്കാൻ വേണ്ടി നമ്മൾ ലെൻസിങ്ങിലാണ് നമ്മൾ ശ്രദ്ധ കൊടുത്തത്. ഇതിൻ്റെ ഒരു ഷോർട്ട് ഡിവിഷൻ എങ്ങനെയാണ് ചെയ്തത്? അപ്പോൾ അതിൻ്റെ ഒരു അതെങ്ങനെയാണ് സാർ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയത്? അപ്പോൾ ഷോർട്ട് ഡിവിഷൻ എങ്ങനെയാണ്? ഷോർട്ട് ഡിവിഷൻ ചെയ്ത എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ 1 മിനിറ്റ് ആണല്ലോ, അപ്പോൾ ആ 1 മിനിറ്റിന് വേണ്ട ഷോട്ടുകൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൽ ആ കഥയും അതുപോലെ ഹ്യൂമറും വർക്കാവുന്ന രീതിയിലാണ് ഷോർട്ട് ഡിവിഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാറിന് ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഇതാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഡിവിഷൻ. ബേസിക്കലി സീൻ നമ്പർ, ഷോട്ടുകൾ, പിന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും മാഗ്നിഫിക്കേഷൻ, ക്യാമറ ആംഗിൾ, മൂവ്മെന്റ്, അതിൻ്റെ ഓഡിയോ ഡിസ്ക്രിപ്ഷൻസ്, ലൊക്കേഷൻ, പിന്നെ VFX കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. ടോട്ടൽ ഇതിൽ 20-21 ഷോർട്സ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോന്നിനും ഓരോ ഷോട്ടും ഓരോന്നും ഇങ്ങനെ നമ്മൾ എഴുതും അല്ലേ, എന്തൊക്കെ അതിനകത്ത് വരും. അപ്പോൾ അത് നമ്മൾ ഏകദേശം ഒരു ഐഡിയ, ഇതിപ്പോൾ ആർക്കൊക്കെ നമ്മൾ ഷെയർ ചെയ്യും ഇത്? ഈ ഒരു അത് എല്ലാവരും, അതായത് മോസ്റ്റ്ലി DOP ആണ് ഷെയർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, അസിസ്റ്റന്റ് ക്യാമറാമാൻ, അവരെല്ലാവരും.
പുള്ളിക്ക് ഒരു ഐഡിയ കിട്ടും അല്ലേ? അത് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ ഷോട്ടുകളാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിനെയും നമ്മളൊരു സ്റ്റോറി ബോർഡായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യും അല്ലേ? അതാണ് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാറാ എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റോറി ബോർഡ് ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്? ഞാൻ യൂസ് ചെയ്തത് ഫ്രെയിം ഫോർജ് സ്റ്റോറി ബോർഡ് പ്രോ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിൽ നമുക്ക് പ്രിസെറ്റ്സ് ആയിട്ട് കുറേ ആക്ടേഴ്സിനെ കിട്ടും. അപ്പോൾ അവരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് മാറ്റാൻ കഴിയും. അതിൽ നമുക്ക് ആക്ടേഴ്സിൻ്റെ ഒരു പ്രിസെറ്റ്സ് ഉണ്ട് കുറേ. അപ്പോൾ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റും ഏത് ഫേഷ്യൽ ഫീച്ചറുള്ള ആക്ടേഴ്സ് വേണമെന്നുള്ളത്. അത് പല റേസിലുള്ള പല ആക്ടേഴ്സ് ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ സെറ്റിങ്സ് മാറ്റാൻ കഴിയും. നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അതിൽ നമുക്ക് ഇവർക്ക് എന്തൊക്കെ ക്ലോത്തിങ് കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫേഷ്യൽ ഫീച്ചേഴ്സാണ് ഉള്ളത്, പിന്നെ ഇവരുടെ എക്സ്പ്രഷൻ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ മാറ്റാൻ കഴിയും. അപ്പോൾ സാറിപ്പോൾ ഇതിനകത്ത് ഓൾറെഡി എല്ലാം ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാം ചെയ്ത് ഷോട്ട് ബൈ ഷോട്ട് ഡിവിഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ പറ്റും നമുക്ക്? അപ്പോൾ ഇതാണ് സ്റ്റോറി ബോർഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് അത് വരും. അതെ, വൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ ഇതിൻ്റെ ബാക്ക് ഷോട്ട് വരുന്നുണ്ട്, രണ്ടുപേരുടെ ഒരു കോൺവെർസേഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗിറ്റാറിൻ്റെ ഒരു ഇൻസേർട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിന് മെയിൻ സിംഗറുടെ ഒരു ക്ലോസപ്പ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം പിന്നീട് വരുന്നത് ഒരു ജംപ് കട്ടായിട്ട് വരുന്ന 4 ഷോട്ടുകളാണ്. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും സിംഗറുടെ തന്നെ സിംഗർ പാടുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ ആ ഷോട്ടുകളാണ് ബാക്കി അങ്ങോട്ട് വരുന്നത്. അതിൻ്റെ റിയാക്ഷൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ പറയുമ്പോഴത്തേക്ക് ഒരു, അതായത് ഈ ഒരു തുടക്കം മുതൽ അവസാനം വരെയുള്ള ഒരു ഷോർട്ട് ഡിവിഷൻ എങ്ങനെ ഷോട്ട് വരും എന്നുള്ളത് ഫുൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? അതെ. അപ്പോൾ അത് ഇനിയിപ്പോൾ ഇതൊന്ന് വിഷ്വലൈസ് ചെയ്ത് ഇതിപ്പം DOPക്ക് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടല്ലേ? DOPയെ കാണിച്ചിട്ടുണ്ടല്ലേ? അതെ. അതൊന്ന് പറയാമോ? അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ DOPയെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ DOP ആകണമെന്നില്ല, ഈവൻ ക്യാമറ അസിസ്റ്റന്റിന് നമ്മൾ ഈ സ്റ്റോറി ബോർഡ് ആ സമയത്ത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാം ഇത് എവിടെയാണ് ക്യാമറ വരേണ്ടത്, ഏത് ലെൻസിങ് ആണെന്നുള്ളത് തന്നെ മനസ്സിലാവും. അപ്പം അതിന് ഒരുപാട് സമയം കളയേണ്ടതില്ല. നമുക്കത് വളരെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നമുക്കത് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നാളെ ഷൂട്ടിന് പോകുമ്പോൾ ഇതിൻ്റെ ഒരു ഡോക്യുമെന്റ് നമ്മുടെ കയ്യിൽ കാണുമല്ലോ, റെഫറൻസ്? അതെ, കാണും, പ്രിന്റഡ് ആയിട്ട് കാണും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നാളെ നമുക്ക് ഇതിൻ്റെ ഷൂട്ടാണ്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ DOP ആയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ക്രൂ മീറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലാനിങ് സ്റ്റേജ് മൊത്തം കഴിഞ്ഞ് നാളെയാണ് ഇതിൻ്റെ ഷൂട്ട്. അപ്പം ശരിക്കും നാളെ നമുക്ക് കാണാം എന്തൊക്കെയാണ് ഇനിയിപ്പോൾ ഷൂട്ടിൽ നടക്കാൻ പോകുന്നത് അല്ലേ സാറേ? അതെ. ഓക്കെ, അപ്പോൾ നാളെ കാണാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രീ പ്രൊഡക്ഷനെല്ലാം കഴിഞ്ഞ് ഇന്ന് മെയിൻ ഷൂട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഞാനൊരു ചെറിയ റോൾ ചെയ്യുന്നുണ്ട്. അബ്ദുള്ള സാറാണ് ഡയറക്ടർ, എന്നാൽ നമ്മൾ പറഞ്ഞ പോലെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഹോൾ ഷൂട്ട് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അബ്ദുള്ള സാറിനോട് തന്നെ ചോദിക്കാം, സാർ എന്താണ് ഇപ്പം ഇപ്പോഴത്തെ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ എന്താണ്? ഇപ്പോൾ ഇന്നലെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നല്ലോ എന്തൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അത് സ്റ്റോറി ബോർഡായിട്ടും ഷോർട്ട് ഡിവിഷനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് അതിൻ്റെ ഷൂട്ടിംഗ് ആണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഒരു 18ഓളം ഷോട്ട് കഴിഞ്ഞു. ഇനി ഒരു 4 ഷോട്ടോളം ഉണ്ട്. എഡിറ്റിംഗ് പ്രോസസ്സ് ഇപ്പം അടുത്ത് എന്താണ് സാറിൻ്റെ അടുത്തിരിക്കുന്ന ആൾ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം ചെയ്യുന്നത് സ്പോട്ട് എഡിറ്റിംഗ് ആണ്. അതായത് നമ്മൾ ഫിലിം സെറ്റുകളിൽ ഉള്ളതുപോലെ തന്നെ നമ്മൾ ഇവിടെ വീഡിയോ വില്ലേജിലിരുന്നിട്ട് നമ്മൾ ലൈവ് കാണുകയും അതോടൊപ്പം തന്നെ സ്പോട്ടിലിരുന്നിട്ട് ഫോട്ടോ എഡിറ്റിംഗ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു സീന് വർക്ക് ആകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അവിടെ തന്നെ അന്നേരം തന്നെ നമ്മൾ ഫിലിം സെറ്റിൽ അറിയാം. ആക്ച്വലി സ്പോട്ട് എഡിറ്റിംഗ് നമ്മൾ ഒരിക്കലും ഓഫ്ലൈൻ എഡിറ്റിംഗിലേക്ക് യൂസ് ചെയ്യാറില്ല. കാരണം സ്പോട്ട് എഡിറ്റർ വേറെ ആൾ വന്നിട്ടാണ് ചെയ്യാറ്. ഇവർക്കതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആകാൻ വേണ്ടിയിട്ടാണ് ഇവർ തന്നെ ഇല്ല ഓഫ്ലൈൻ എഡിറ്റേഴ്സ് തന്നെ ഇതിൽ സ്പോട്ട് എഡിറ്റിംഗ് ചെയ്യുന്നത്. ക്യാമറമാൻ്റെ ഒരു എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് മൊത്തത്തിൽ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നമുക്കൊരു ഫാക്കൽറ്റി എന്നുള്ളതിലേക്ക് സ്റ്റുഡൻസിലൂടെ വർക്ക് ചെയ്യാന്നുള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അവർക്ക് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അതുപോലെ അവരുടെ ഒരു വർക്ക് ഫ്ലോ നമുക്ക് അതിൽ ഇൻവോൾവ് ആകാനുള്ളൊരു അവസരമായിരുന്നു. മെയിൻ ആക്ടറിനോടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട്? മെയിൻ ആക്ടറിനോടുള്ള എക്സ്പീരിയൻസ് അതിഗംഭീരമായിരുന്നു. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇനിയും ഇതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക്, അതായത് ഇതിൻ്റെ എഡിറ്റിങ്ങും DIയും ഒക്കെ ഇനിയും വരുന്നുണ്ട് അല്ലേ സാർ? എഡിറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് അതിലേക്കൊക്കെ നമുക്ക് അടുത്ത വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഹായ്, ഞാൻ ഗൗതം ഹാഷ്മി, നിയോ ഫിലിം ഫോൾ N30 ബാച്ചിലാണ്. ഇപ്പോൾ കറന്റ് ഇപ്പോൾ നമ്മളെ ആഡിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്പോട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പോട്ടിൽ നമ്മൾ ക്യാമറയിൽ നിന്ന് വരുന്ന നേരിട്ടുള്ള റഷ് കൺവേർട്ട് ചെയ്തിട്ട് റെക്കോർഡർ വഴി ബൈപ്പാസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് ഡയറക്ടർക്ക് മനസ്സിലാവുന്ന രീതി കാണിച്ചു കൊടുക്കുകയാണ് പൊതുവെ ചെയ്യാറ്. നമുക്ക് മറ്റേ കണ്ടിന്യൂറ്റി പ്രശ്നങ്ങൾ മനസ്സിലാക്കാം, പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ അത് മനസ്സിലാക്കാം. അങ്ങനെ സ്പോട്ടിൽ തന്നെ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ചുകൂടെ എളുപ്പമാണ് നമുക്ക് പിന്നെ പോസ്റ്റിലിരിക്കുന്ന സമയത്ത്. ഞാൻ തന്നെയാണ് ഇതിൻ്റെ എഡിറ്റ്
എഡിറ്ററായിട്ടും. അപ്പോൾ എനിക്കിത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആണ് സ്പോട്ട് ചെയ്യുന്നത്, എവിടെ എന്തൊക്കെയാണ് ഷോർട്സ് വരുന്നത്, അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് വേണം ഒക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും നമുക്ക് സ്പോട്ടിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ഡയറക്ടർ ഒരു ഗൈഡൻസും കൂടെ ഉള്ളതുകൊണ്ട് ബെറ്റർ ആണ് നമുക്ക് മെയിൻ എഡിറ്റിലേക്ക് വരുന്ന സമയം. ഇനി എഡിറ്റ് കഴിഞ്ഞാൽ നമ്മൾ നേരെ DI-ലേക്കാണ് കൊടുക്കുക. അതിന് മുന്നേ VFX പോർഷൻ കൊടുക്കുന്നുണ്ട്. DI കഴിഞ്ഞിട്ടാണ് നമ്മൾ DI ഷൂട്ടിനാണ് നമ്മൾ ഫൈനൽ ഔട്ട് നമ്മൾ ഇറക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഈ ഡോക്യുമെന്ററി കാറ്റർപോർട്ടർ അങ്ങനെ ചെയ്തു വന്ന് പെട്ടെന്നൊരു പുതിയൊരു ഫിലിം അല്ലെങ്കിൽ ആ ഒരു ടിപ്പിക്കൽ ആ ഒരു സ്റ്റൈലിലേക്ക് നമ്മൾ വന്നു തുടങ്ങി. ഫുൾ അതിന്റെ ഒരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. കൂടുതലായിട്ട് ആ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് അതിന്റെ വർക്ക് ഫ്ലോ പോകുന്നത്, പിന്നെ ഏതൊക്കെ ഫയൽസ് ആണ് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ കൊടുക്കേണ്ടത്, ഫയൽസിന്റെ ഫോർമാറ്റും കാര്യങ്ങളും, ഹൈ റെസൊല്യൂഷൻ 2K 4K പൈപ്പ് ലൈൻ, അങ്ങനത്തെ പുതിയ കാര്യങ്ങൾ കുറേ ഈ ഒരു മൊഡ്യൂൾ വഴി പഠിക്കാൻ പറ്റി. മെയിൻ ക്യാരക്ടറിന്റെ ഡബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനാണ് മെയിൻ ക്യാരക്ടർ ചെയ്തത്, അതുകൊണ്ട് ഞാനാണ് സൗണ്ട് ഡബ് ചെയ്യാണ്. സൗണ്ട് എഞ്ചിനീയർ വന്നിട്ട് എൻ്റെ ഹൈറ്റിനനുസരിച്ച് മൈക്ക് അഡ്ജസ്റ്റ് ചെയ്തു. എഞ്ചിനീയറും ഡയറക്ടറോടെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്നെ പൈലറ്റ് കേൾപ്പിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ പൈലറ്റ് കേട്ടിട്ട് ബാക്കിയുള്ള ഡയലോഗ് പറയാൻ പോവാണ്. ഹേയ് പൂക്കീസ്, ഞാനിപ്പോൾ പാടാൻ പോകുന്ന 90s കിഡ്സിന്റെ ഒരു പോളി ബാങ്ങറാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ എന്റെ ഈ വെർഷൻ നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും. സോ ആർ യു ഗൈസ് റെഡി? 1 2 3 4. നമ്മളിപ്പോൾ നമ്മുടെ ആഡിൻ്റെ ക്രൗഡ് ആംബിയൻസ് ആണ് ഇപ്പോൾ എടുത്ത്. ഇനിയിപ്പോൾ മെയിൻ ആക്ടറിൻ്റെ സാധനം എടുക്കാനുണ്ട്. അതിപ്പോൾ നമ്മൾ ക്രൗഡിൻ്റെ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ മെയിൻ ട്രാക്കിൽ നമ്മൾ ക്രൗഡിൻ്റെ സാധനം എടുത്തിട്ട് അത് നമ്മൾ ക്രൗഡിൻ്റെ ഒരു ട്രാക്കിലോട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ട് അതിപ്പോൾ ചെയ്ത്. ഇനിയിപ്പോൾ നമുക്ക് മെയിൻ ട്രാക്ക് ആളുടെ സാധനം മെയിൻ ക്യാരക്ടറിൻ്റെ എടുക്കണം. ഇപ്പോൾ നമ്മൾ കറൻ്റ് നിൽക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് കട്ടിലാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഡയറക്ടറും ഇപ്പോൾ നമ്മുടെ ക്രൂ ആയിട്ടുള്ള റഷ് വാച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ പറയുന്ന എഡിറ്റർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കട്ടിലേക്കാണ് വരുന്നത്, വെച്ചാൽ ഫസ്റ്റ് കട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് ഒരു സീൻ ഓർഡറിലേക്ക് മാറ്റാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേജിലേക്കാണ് നടന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് കട്ടിലാണ് നമ്മൾ ഡബ്ബ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇതിൽ നമ്മൾ ഏകദേശം ഫൈനൽ കട്ട് ഇതിൽ ഏകദേശം നമ്മൾ ഡയറക്ടറൊക്കെ ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ ഇപ്പോൾ എൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ റഷ് കാണുന്ന പോലെ നമ്മളൊരു കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ ഇതിൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. വെച്ചാൽ പല ട്രാൻസിഷനും റാമ്പിംഗ് പരിപാടികൾ അല്ലെങ്കിൽ ഒരു സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഒരു എഡിറ്റിങ്ങിലേക്ക് ഇതിനെ നോർമലി ഉള്ള എഡിറ്റിങ്ങിൽ നിന്നും ഉപരി ഇത് കൊണ്ടുപോകാൻ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഡയറക്ടറോടും നമ്മൾ ബാക്കി ക്രൂ മെമ്പേഴ്സിനോടും ഒക്കെ ഈ ഒരു നമ്മളൊരു സ്റ്റൈലിൽ എഡിറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നമ്മളേതായ ഒരു ഇൻപുട്ട് ഇതിലേക്ക് ഇടാൻ നമുക്ക് വളരെ സഹായിച്ചു എന്നാണ് പറയുന്നത്. കുറേ ഈ മറ്റേ വാർപ്പ് ട്രാൻസിഷൻസ് അല്ലെങ്കിൽ വിപ്പ് ട്രാൻസിഷൻ അങ്ങനത്തെ പല ഐറ്റം സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള എഡിറ്റ്സ് നമുക്ക് ഇതിൽ ഈ ആഡിൽ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സീനിൽ ഇപ്പോൾ നമ്മളെ ആക്ടർ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോർമലി നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ അവിടെ ഒരു എന്താ ഒരു ഫില്ലല്ലാത്ത അല്ലെങ്കിൽ ഒരു ഫില്ലല്ലാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഡയറക്ടറായിട്ട് ചോദിച്ചപ്പോൾ സ്റ്റൈൽ കാണിച്ചെടുത്തപ്പോൾ ആക്കുക ഈ ഒരു സ്റ്റൈൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്ന് വെച്ചാൽ നമ്മൾ 3D എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കി ആ ഒരു സീനിലേക്ക്. അപ്പോൾ അത് ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ കാണുന്ന ആൾക്കാരിലേക്ക് ഈ ഒരു ഷോട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. കാരണം ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാർ ഇതെങ്ങനെയാണ് അതിൽ നിന്ന് വരുന്നതെന്നുള്ളൊരു രീതി നമുക്ക് കാണുന്ന ആൾക്കാരിലും കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള എഫക്ട്സും ഗിമിക്സും നമ്മൾ ഈ ഒരു എഡിറ്റിൽ യൂസ് ചെയ്യുന്നത്. അത് റിസൾട്ട് വന്നപ്പോൾ അത് അതിന് യൂസ്ഫുൾ ആയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ മെയിൻലി നമ്മൾ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേവ് എഫക്റ്റ് എന്ന് പറയുന്നൊരു ഇതാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഈ പാട്ട് പാടുന്ന ആൾക്കാർ ഇതിലേക്ക് വരുന്ന ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ആഡ് മൊഡ്യൂൾ നമുക്ക് യൂസ് ചെയ്യുന്നത് ഡാവിഞ്ചിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ ഇപ്പോൾ ഇതിൽ ആഡ് അല്ലെങ്കിൽ ഇതിലൊരു വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് മാറി ഡാവിഞ്ചി എന്ന് പറയുന്നത്. നമുക്ക് കളറും കൂടെ ചെയ്യാനുള്ളത് കൊണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഫയൽ ട്രാൻസ്ഫറിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസിയാണ് കുറച്ചുകൂടെ. അപ്പോൾ മൊത്തത്തിൽ ഡാവിഞ്ചി എന്ന് പറയുന്നത് നമുക്ക് എന്താ ഒരു ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആണെന്ന് പറയാമെങ്കിലും പുതിയ അപ്ഡേറ്റുകളിലും ഭയങ്കര കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിലടക്കം യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് മാറിയിട്ടുണ്ട് ഡാവിഞ്ചി എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സോഫ്റ്റ്വെയർ ആണ്. ഞാൻ ഭയങ്കര കംഫർട്ടാണ് ഈ ഡാവിഞ്ചി. എഡിറ്റിങ്ങിൽ ചലഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പോട്ടും ഞാൻ തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ സ്പോട്ടിലിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് ഒരു ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള ഒരു കട്ടാണ് ഇതിൽ വേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്ന സ്കോറും അല്ലെങ്കിൽ നമ്മൾ ആക്ടേഴ്സിൻ്റെ ആക്ടിവിറ്റീസും ക്യാമറ മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് പേസിനനുസരിച്ചാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നുള്ള ഇൻപുട്ടും അത്ര നല്ല രീതിയിലായാലേ ഈ ഒരു ആഡിൻ്റെ ഔട്ട് നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. മാക്സിമം സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള എഡിറ്റാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നോർമൽ കട്ട്സ് മാറ്റി മാക്സിമം ട്രാൻസിഷൻസും അത് എന്താ നമ്മൾ മോശമാവാത്ത രീതിയിൽ അല്ലെങ്കിൽ ആഡിനെ ബാധിക്കാത്ത രീതിയിലുള്ള ട്രാൻസിഷൻസും ബാക്കി കാര്യങ്ങളാണ് ഇതിൽ യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ കുറച്ചുകൂടെ നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റി
എങ്ങനത്തെ ട്രാൻസിഷൻ യൂസ് ചെയ്യാം, ഇതിൽ ഏതൊക്കെ നമുക്ക് മോശമായിട്ട് തോന്നും അല്ലെങ്കിൽ ഏതായിട്ട് ഇതിന് നല്ലതായിട്ട് കംഫർട്ടായിട്ട് തോന്നുന്നുള്ള രീതിയിൽ കുറെ പഠിക്കാൻ പറ്റി ഈ ഒരു മൊഡ്യൂളിലും ഈ ഒരു ആഡ് ചെയ്തതിലും. ഇതിപ്പോൾ നമ്മൾ ഫൈനൽ ചെയ്ത ടൈം ലൈൻ ആണ്. ഇതിൽ മേലെ നമ്മൾ 2 ലെയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ലെയർ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ക്ലിപ്സ് ആണ് ഇതിൽ രണ്ടും കാണിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ ടെക്സ്റ്റ് ലെയർ ആണ്. ഇപ്പോൾ നമ്മൾ വേറൊരാൾക്ക് അല്ലെങ്കിൽ നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് വേറൊരു വർക്കിന് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ ആളുടെ ഈ 4S എഫക്ട്സ് കണ്ടില്ലേ, ഇത് ആളുടെ നമ്മളൊരു വാട്ടർമാർക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. കാരണം നമ്മൾ റഷ് ലീക്ക് ആവാണ്ടിരിക്കാനോ അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഔട്ട് കൊടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വാട്ടർമാർക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ 2 ഗ്രീൻ ലെയർ എന്ന് പറയുന്നത് നമ്മൾ സൗണ്ടിൽ നിന്ന് വരുന്ന ഔട്ട്സ് ആണ്. അപ്പോൾ വന്നിരിക്കുന്ന വേവ് ഫോർമാറ്റിലാണ്. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ആ സൗണ്ടിലുള്ള സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഒരു ഔട്ടായിട്ടാണ് തരും, സിംഗിൾ ഔട്ടായിട്ടാണ് തരും. അപ്പോൾ ഇതിൽ ഈ മേലെ കാണുന്ന ലെയർ എന്ന് പറയുന്നത് നമ്മൾ VFX ചെയ്യാൻ കൊടുത്തിരിക്കുന്ന DPX ഫോർമാറ്റിലുള്ള ഫയൽസ് ആണ് ഈ മേലെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ബേസ് ഗ്രേഡ് ചെയ്ത ലെയർ ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാകുക. കാരണം നമ്മൾ VFXന് കൊടുക്കുന്ന ടൈമിൽ ബേസ് ഗ്രേഡ് ചെയ്തിട്ടാണ് നമ്മൾ അവർക്ക് ഫോട്ടോസ് കൊടുക്കുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാ VFX ഷോട്ടുകൾ ഉണ്ടായിരുന്ന എന്തൊക്കെയായിരുന്നു? VFX മെയിൻലി പറയുമ്പോൾ നമുക്ക് ഇതിൽ ഷോട്ടുകൾ തമ്മിൽ സ്റ്റിച്ചിങ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇൻവിസിബിൾ കട്ട് പോലത്തെ പരിപാടികളിൽ സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട്. അത് കാണിക്കാൻ പറ്റും, ഒരു ഇൻവിസിബിൾ കട്ട് കാണിക്കാൻ പറ്റും. ഇതിൽ നമ്മൾ ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഈ ഷോട്ട് അത് മനസ്സിലാവുമായിരിക്കും. വെച്ചാൽ നമ്മൾ വേറെ ഈ പോർഷൻ ഇല്ലേ, പോർഷൻ ഇവിടെ വെള്ള കളറാണ്. ഈ ഒരു ഷോട്ടിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഭാഗം നമ്മൾ VFXന്ന് ഈ ഭാഗത്ത് വേറൊരു ഷോട്ട് എടുത്തിട്ട് അത് റീപ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ പോർഷൻ എന്ന് പറയുന്നത്. അവിടെ ഫ്ലോറിൽ വേറെ കളറാണ്. നമ്മൾ ടൈല് ആണ് യൂസ് ചെയ്തിരുന്നത്. നമ്മൾ മാറ്റ് കുറച്ച് ഭാഗങ്ങളിൽ വെച്ചിട്ട് ബാക്കി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുക ചെയ്യും. അപ്പോൾ അതാണ് VFX നമ്മൾ ചെയ്തത് അല്ലേ. പിന്നെ അപ്പം ബേസിക്കലി ഇത്രയാണ്. അപ്പോൾ എഡിറ്റിംഗിൽ നമ്മൾ ഇനിയുള്ള ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഗ്രേഡിംഗ് ആണ്. ഗ്രേഡിംഗ്. അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു എഡിറ്റിംഗ് പ്രോസസ്സിൽ നമ്മൾ ഇത്രയൊക്കെയാണ് നമ്മൾ ആഡിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഗ്രേഡിംഗ് പ്രോസസ്സ്, അതായത് കളർ ഗ്രേഡിംഗ്, ഇപ്പം നിങ്ങൾ വിഷ്വൽസ് കണ്ടിട്ടുണ്ടാകും, കുറച്ച് പ്ലെയിൻ ആണ്, അതായത് സാച്ചുറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല, കളേഴ്സ് ഒക്കെ ഭയങ്കര പ്ലെയിൻ ആണ്. അത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഷൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ആ ഇഷ്ടാനുസരണം നമ്മൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്, ഗ്രേഡിംഗ് എങ്ങനെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് കാണാം. ഹായ്, അപ്പോൾ നമ്മൾ എഡിറ്റിംഗ് പ്രോസസ്സൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ ഒരു ഫൈനൽ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കളറിംഗ് ആണ്. അപ്പോൾ കളറിങ് കഴിഞ്ഞിട്ട് ഇനിയും മാസ്റ്ററിംഗ് ഉണ്ട്. കിട്ടിയ സൗണ്ടിൻ്റെ ഫയൽസും നമ്മുടെ വീഡിയോ ഫയൽസും നമ്മൾ കളർ ചെയ്തതും VFX ചെയ്തതും എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ മാസ്റ്ററിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ട്. പക്ഷേ അതിന് മുമ്പ് അതിൻ്റെ ഒരു സെക്കൻഡ് ലാസ്റ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു കളറിംഗ് പ്രോസസ്സിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ കളറിംഗ് എങ്ങനെയാണ്, ഇവിടുത്തെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്, നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ എങ്ങനെയാണ് കളർ ചെയ്തതെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് നോക്കാം. അത് ഹാഷ്മി തന്നെയാണ് ഇവിടെ കളറിങ് ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ഈ പ്രോജക്റ്റിന്. അപ്പോൾ ഹാഷ്മി എങ്ങനെയാണ് അത് ചെയ്തതെന്നൊക്കെ ഉള്ളത് നമുക്ക് ഹാഷ്മിയോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഹാഷ്മി, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്തായിരുന്നു? അപ്പോൾ ഇത് ഏത് ടൂളിലാണ് ചെയ്തത്? മൊത്തത്തിൽ ഒരു കളറിംഗ് പ്രോസസ്സും കളറിൻ്റെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? മെയിൻലി നമ്മൾ ഇവിടെ ആഡിൻ്റെ മൊഡ്യൂളിൽ യൂസ് ചെയ്യുന്നത് ഡാവിഞ്ചിയാണ്. അപ്പോൾ ഡാവിഞ്ചിൻ്റെ കളർ പേജ് തന്നെയാണ് നമ്മൾ കളർ ചെയ്യുന്നത്. അപ്പോൾ എഡിറ്റ് ഷൂട്ടിന്ന് ഇപ്പോൾ എഡിറ്റർ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ നമുക്ക് എന്താ XML ആണ് നമുക്ക് നോർമലി തരിക. എന്ന് വെച്ചാൽ അതിൻ്റെ ഡാറ്റ നമുക്ക് ഒരു ഫയലായിട്ട് തരും. ശരിക്കും DIയിലാണ് നമ്മൾ സിനിമാറ്റോഗ്രാഫേഴ്സ് ഷൂട്ട് ചെയ്യുന്ന ഒറിജിനൽ ക്വാളിറ്റി റഷ് നമ്മൾ DIയിലെ ഹാർഡ് ഡിസ്കിലാണ് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ എഡിറ്റർ തരുന്ന XMLൻ്റെ ഫൂട്ടേഴ്സും നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഒറിജിനൽ റഷും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടാണ് നമ്മളിവിടെ കളർ ചെയ്യുന്നത്. അപ്പോൾ ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ നോർമലി നമുക്ക് നമ്മൾ ലോക്ക് ഫോർമാറ്റിൽ എടുക്കുന്നതുകൊണ്ട് നമുക്ക് നോർമലി ലോക്ക് ഫോർമാറ്റിലാണ് നമുക്ക് ഇവിടെ റഷസ് കാണാൻ പറ്റുക. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ബേസ് ഗ്രേഡ് ആണ്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് നമുക്ക് ആദ്യം നമ്മൾ ഫൂട്ടേഴ്സ് കിട്ടുക. ഇതാണ് ലോക്ക് ഫോർമാറ്റിൽ വരിക. അതിനെ ആദ്യം നമ്മൾ ലീനിയറിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്ന 2 നോട്ട്സ് ആഡ് ചെയ്തിട്ട് അതിൽ നമ്മൾ ഇപ്പോൾ ഏത് ക്യാമറ റിക്വയർമെന്റിലാണ് എടുത്തതെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ മാറ്റണം. കളർ ഗ്രേഡിങ്ങിനെ പറ്റി മെയിൻലി പറയുകയാണെങ്കിൽ ഇത് ഡാവിഞ്ചിയുടെ കൺസോൾ, ഇതിലാണ് നമ്മൾ കളർ ചെയ്യാറ്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള മീറ്റേഴ്സും നമ്പേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ലെങ്ത്തും ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു മെഷീനിലാണ്. ശരിക്കും കളർ ഗ്രേഡിങ്ങിൽ കോൾ എന്ന് പറയുന്നത് സിനിമാറ്റോഗ്രാഫറാണ്. അപ്പോൾ ആളും കൂടെ ഇരുന്നിട്ടാണ് നമ്മൾ കളർ ചെയ്യുക. മെയിൻലി നമ്മൾ ഒരു ടോൺ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ലീനിയർ ആയിട്ട് കിടക്കുന്ന ഒരു ക്ലിപ്പിന് നമുക്കൊരു ടോൺ അത് ഇപ്പോൾ സിനിമാറ്റോഗ്രാഫർ പറയുന്ന പോലെ ആയിരിക്കും. ഇപ്പോൾ ആൾക്ക് കുറച്ച് എക്സ്പോഷർ കുറയ്ക്കണം. അപ്പോൾ നോർമലി നമ്മൾ ഒരു സീരിയലിനോട് ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ക്വാളിഫയറിൽ വന്നാൽ നമുക്കൊരു സർക്കിൾ മാസ്ക് ഇവിടെ നോർമലി നമുക്ക് കിട്ടും. ഇപ്പോൾ ആളുടെ ഫേസിലേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനെ കുറച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഈ വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൈമറി ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രൈമറിയിലാണ് ചെയ്യുന്നതെങ്കിൽ പ്രൈമറി ഓപ്ഷനിലേക്ക് മാറ്റിയിട്ട് ഇതാണ് ഹൈലൈറ്റിൻ്റെ വീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈലൈറ്റ് കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ പുള്ളിയുടെ ഫേസിലേക്കുള്ള ലൈറ്റിൻ്റെ സോഴ്സ് കൂടും. അപ്പം പുള്ളിയുടെ ഫേസിലുള്ള ഹൈലൈറ്റ് പോർഷനിലെ ആ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഏരിയാസ് ആണ് ഇവിടെ കൂടുതലായിട്ടും ഈ കളർ മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വീല് അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ അവിടെ ഇവിടെ ഈ മോണിറ്ററും തമ്മിൽ നമുക്ക് വ്യത്യാസമുണ്ട്. ഇത് നോർമലി നമുക്ക് ബാക്കി നമ്മളെ എഡിറ്റിംഗ് ടൈം ലൈനും കാര്യങ്ങളും നോട്ട്സും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ടാണ് ഈ മോണിറ്റർ എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് മോണിറ്റർ എന്ന് പറയുന്നത് നമ്മൾ കളർ കറക്റ്റ്
ചെയ്ത മോണിറ്ററാണ്. അപ്പോൾ നമ്മൾ ട്രൂ കളേഴ്സ് ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലും ഔട്ടിൽ വരുന്നത് ഈ ഒരു സ്ക്രീനിലാണ് നമ്മൾ ഫൈനലി കാണാൻ പോകുന്നത്. അതെ അതെ. അപ്പോൾ ഇതിൽ കാണുന്ന കളറും നമ്മൾ ഈ ഈസോ എന്ന് പറയുന്ന ഈ ഒരു മോണിറ്റർ കാണുന്ന കളറും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. കാരണം ആക്യുറേറ്റ് ആക്കിയതുകൊണ്ട് കളർ സയൻസിലായിരിക്കും നമുക്ക് ആ ഒരു കളേഴ്സ് കിട്ടുക. പിന്നെ മെഷീനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഹൈലൈറ്റ് വീൽ വരുന്നുണ്ട്, ഷാഡോ വീൽ വരുന്നുണ്ട്, മിഡ് ടോൺ എന്നുള്ള 3 വീൽസ് ആണ് മെയിൻലി വരുന്നത്. അതിന്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് അതിനുള്ളിലുള്ള കളേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കളർ വീൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിപ്പോൾ ഗെയിൻ എന്ന് വെച്ചാൽ ഹൈലൈറ്റിന്റെ പോർഷൻസ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഒരു ഏരിയയിൽ നമ്മളൊരു കളർ കൂട്ടുകയാണ്. നമ്മൾ ബ്ലൂവിലേക്ക് മാറ്റുകയാണെങ്കിൽ ആ നമ്മൾ മാസ്ക് ചെയ്തിരിക്കുന്ന ഏരിയ മൊത്തം ബ്ലൂവിലേക്ക് മാറും. അതിന് ഓപ്പോസിറ്റ് മാറ്റുകയാണെങ്കിലും നമ്മളിപ്പോൾ എങ്ങോട്ടാണ് ഒരു റെഡ് ആ ഒരു പോർഷനിലേക്ക് മാറ്റുകയാണെങ്കിൽ നേരെ ആ ഒരു റെഡ് ഏരിയ നമ്മൾ മാസ്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ എവിടെയാണോ മാസ്ക് ചെയ്തിരിക്കുന്നത് അവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മാസ്ക് ചെയ്തില്ല, ഒരു എൻ്റയർ ഏരിയ മാത്രം നമുക്ക് കളർ ചെയ്യണമെങ്കിൽ നോർമലി ഒരു സീരിയനോട് ഇട്ടിട്ട് നമ്മൾ മാറ്റുകയാണെങ്കിൽ ആ ഒരു പോർഷൻ മൊത്തം ബ്ലൂ ആയിട്ട് വരും. നോർമലി നമ്മളിത് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മൈൻഡിലുള്ള ടോൺസ് എത്തിക്കാനും അല്ലെങ്കിൽ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും. നമുക്കൊരു ലീനിയർ ഒരു ലോക്ക് ഫുട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ അത് റെക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഈ ഒരു ടോട്ടാലിറ്റിയിൽ ഒരു സൈഡിന്റെ എന്താണ് അത് അവർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവരെന്താണ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഇന്ന കളേഴ്സ് ആണ് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയി അല്ലെങ്കിൽ കളർ കുറച്ച് ഫെസ്റ്റിവൽ പരിപാടിയൊക്കെ ആണെങ്കിൽ വൈബ്രന്റ് കളേഴ്സ് യൂസ് ചെയ്യുക. ഐഡിയ ഉണ്ടാവും നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ. അപ്പോൾ അതിനനുസരിച്ച് ടോണിലെല്ലാം മാറ്റാനുള്ളതാണ് മെയിൻലി നമുക്ക് വരുന്നത്. ഇനിയത്തെ ഒരു പ്രോസസ്സ് എന്താ? ഇനി ഒരു ഫൈനൽ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് എന്തായിരിക്കും? ഇനി നമ്മൾ കളറിംഗിലേക്ക് വരുമ്പോൾ നമ്മൾ DPX ഫോർമാറ്റിൽ നമുക്ക് കുറച്ച് ഫുട്ടേഴ്സ് ഇവിടെ കാണാം. ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ബേസ് ഗ്രേഡ് ചെയ്ത് VFXന് കൊടുത്ത ഫുട്ടേഴ്സ് ആണ് ഈ DPX ഫോർമാറ്റിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്കി ഷോട്ടുകളായിട്ട് ഇതിന് മാച്ച് ചെയ്യാണ് വേണ്ടത്. അതാണ് ഒരു കളറിസ്റ്റ് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം, അല്ലെങ്കിൽ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ഒരു ഷോട്ട് നമുക്ക് കളർ ചെയ്ത് കാണാൻ പറ്റും, പക്ഷേ അതേ ഷോട്ടിന്റെ കണ്ടിന്യൂറ്റിയിൽ ബാക്കി ഷോട്ട്സിനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നതാണ് ഒരു കളറിസ്റ്റിന്റെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. കളറിങ് കഴിഞ്ഞു, അപ്പോൾ ഇനിയുള്ള ഒരു ഫൈനൽ പ്രോസസ്സ് എന്തായിരിക്കും? കളറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ DOPനെ വിളിക്കും, ഡയറക്ടറെ വിളിക്കും. ഒരു വ്യൂയിങ് കാണിച്ചതിന് ശേഷം നമ്മൾ ഔട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഔട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ ഡെലിവറി പാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പല ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പം അവരേതാണോ പ്രിഫർ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇവിടുന്ന് ഔട്ട് കൊടുക്കാറ്. മെയിൻലി ഇപ്പോൾ ഇതൊരു 4K ഫുട്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ 4K ആഡാണ്. അപ്പോൾ നമ്മൾ ടൈം ലൈൻ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ 4Kയിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കും. ശേഷം നമ്മൾ ഫയൽ നെയിം മാറ്റുക, നമുക്ക് എങ്ങോട്ടാണ് അതിൻ്റെ ലൊക്കേഷൻ എങ്ങോട്ടാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ മാറ്റുക. ശേഷം കൊഡാക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ ഫോർമാറ്റ് MKV അല്ലെങ്കിൽ ക്വിക്ക് ടൈം അല്ലെങ്കിൽ പ്രോഗ്രസ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ MKV ടു പ്രോഗ്രസ് ഹൈ ക്വാളിറ്റി ഫോർമാറ്റ് ആണ് വരുന്നത്. അപ്പോൾ എക്സ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുക. തിയേറ്ററിലേക്കാണെങ്കിലും ഇപ്പോൾ തിയേറ്ററിലേക്കാകുമ്പോൾ നമ്മൾ വേറെ ഫോർമാറ്റ് അതിൽ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ കൊഡാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫോർമാറ്റും കൊഡാക്ക് യൂസ് ചെയ്തിട്ട് അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ ഔട്ട് എടുത്ത് കൊടുക്കും. അപ്പം ഏകദേശം ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്രോസസ്സ്. അപ്പോൾ ഇനി ഒരു ബാക്കിയുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഫൈനൽ ഔട്ട് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനി ഔട്ട് എടുക്കുന്നു. നമ്മളത് ഇവിടുത്തെ ഒരു നിയോയിലെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനി അത് ഇവാലുവേഷന് പോകും. അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ പല ഡിപ്പാർട്ട്മെൻറ്റ് ഇവാലുവേഷൻ ഉണ്ട്. ഇപ്പോൾ ഹാഷ്മിയുടെ ഫാക്കൽറ്റി ഉണ്ട്, വിനീത് കൃഷ്ണൻ സാറാണ്. അപ്പോൾ അഹല്യ മാം ഉണ്ട്, വിനീത് കൃഷ്ണൻ സാറാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഇവാലുവേഷൻ ചെയ്യും. ഡയറക്ടേഴ്സിൻ്റേത് ഡയറക്ഷൻ ടീം ഇവാലുവേഷൻ ചെയ്യും. സിനിമാറ്റോഗ്രാഫി അവരുടെ ആ ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റിൽ ഉള്ള ഇവാലുവേഷൻ അവിടെ നടക്കും. പിന്നെ ഇത് നമ്മൾ പ്രീമിയർ ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്. അപ്പോൾ നമ്മൾ നിങ്ങൾ ഇത്രയും വീഡിയോ ഇവിടെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നമ്മൾ ഓൾമോസ്റ്റ് ഷൂട്ടിംഗ്, ഡബ്ബിങ്, എഡിറ്റിംഗ്, കളറിങ് ഇതുപോലുള്ള എല്ലാ പ്രോസസ്സും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് ഇനി എങ്ങനെ വരും എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ എൻഡിലേക്ക് നമ്മൾ ഇടുന്നുണ്ട്. അത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഔട്ടിൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ അങ്ങനത്തെ ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ ഒന്നും ഇല്ല എങ്കിൽ ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ തന്നെ കാണാൻ പറ്റും. ഡെഫിനറ്റ്ലി നിങ്ങളത് ചെക്കൗട്ട് ചെയ്യുക. ഇനി പുതിയ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ നിയോയിലെ എങ്ങനെയാണ് പ്രൊഡക്ഷൻസ് നടക്കുന്നതെന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഡോക്യുമെൻറ്റഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ബൈ, താങ്ക് യു. ഞാനിപ്പോ പാടാൻ പോകുന്ന 90s കിഡ്സിന്റെ ഒരു പോളി ബാനറാണ്. പക്ഷെ എന്റെ ഈ വർഷം നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും. So, are you guys ready? 1, 2, 3, 4. Original always hits different. Play on Spotify.
അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ക്രൂവിനെ ഇൻവൈറ്റ് ചെയ്യാം. സർ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും വേണം. ഡയറക്ടർ വന്ന് വെച്ചു. അല്ല, നമുക്ക് ഡയറക്ടറിന്റെ അഭിപ്രായം കേൾക്കണ്ടേ? ഞാൻ ബേസിക്കലി N29 ബാച്ച് ആയിരുന്നു. അപ്പം ഒരു ലീവ് ചെയ്യുന്ന ആദ്യത്തെ പ്രൊഫഷൻ ആയിരുന്നു ആഡ്. ഫസ്റ്റ് എനിക്ക് ഇത് ആഡ് ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പ്ലാനൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ എനിക്ക് അത് പറ്റിയില്ല. അപ്പം പിന്നെയാണ് അബ്ദുൾ സാർ വന്നത്. ആദ്യമൊക്കെ കുറച്ച് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അപ്പം ഐഡിയ കയ്യിലുണ്ടെങ്കിലും ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. പ്രധാന പ്രശ്നം ലൊക്കേഷൻ ആയിരുന്നു. നിങ്ങൾ കൺസെപ്റ്റിനൊരു അത്യാവശ്യം റിച്ച് സെറ്റപ്പ് വേണ്ടതുകൊണ്ട് ഇപ്പോഴത്തെ ലൊക്കേഷൻ എവിടെ കിട്ടും, പിന്നെ പുറത്തൊക്കെ ചോദിച്ചപ്പോൾ അത്യാവശ്യം നല്ല റെൻ്റായിരുന്നു. അപ്പോഴായിരുന്നു തിയേറ്ററിലുള്ള CRT ആർട്ട് വർക്ക് ചെയ്ത് ഈ ഒരു ഫസ്റ്റ് വൈറ്റ് ഷൂട്ട് കാണിക്കുമ്പോൾ ആ ഒരു സെറ്റപ്പിലേക്ക് മാറ്റിയെടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് വർക്കൗട്ട് ആവോ ഇല്ലയോ. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഐഡിയ ഉണ്ടായിരുന്നു. സോ ഇത്രയും പേരെല്ലാം വേറെ ഉണ്ട്. ഇതിനകത്ത് എഡിറ്ററും സൗണ്ടൊന്നും വന്നിട്ടില്ല. ഞങ്ങളെല്ലാം കൂടി ചേർന്നാണ് ആ ഒരു സെറ്റപ്പിലേക്ക് മാറ്റിയെടുത്തത്. തലേന്ന് എല്ലാം കഴിഞ്ഞ് പോകുമ്പോഴും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, രാവിലെ എങ്ങനെ ആവും, എങ്ങനെ തീർക്കും, വർക്കൗട്ട് ആവും ഇല്ലയോ എന്നും. ഫസ്റ്റ് ആവണം റൈറ്റ് ഷോട്ട് വെച്ചപ്പോഴാണ് ഒരു കോൺഫിഡൻസ് കിട്ടിയത് വർക്കൗട്ട് ആവും. അപ്പം ഹാഷ്മി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു വർക്കൗട്ട് ആവില്ല. ഇപ്പം അവൻ സ്പോട്ട് ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞായിരുന്നു വർക്കൗട്ട് ആവും. അപ്പോഴാണ് ഒരു ധൈര്യം കിട്ടിയത്. അവിടുന്ന് പിന്നെ ആ ഒരു ധൈര്യത്തിൽ അങ്ങനെ ഷൂട്ട് ചെയ്ത് തീർന്നു. പിന്നെ ഔട്ട് വന്നപ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്കൊക്കെ ഇവരും അർഹരാണ്. ഇവർ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് അഭിനയിച്ച് 2 പേരെ വന്നിട്ടുള്ളൂ. പിന്നെ ബ്രോയാണ് അവസാനം ആ ടാഗ് ലൈനും പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ഒരു ചെറിയ സംഭവം ഉള്ളെങ്കിലും കുറേ വട്ടം ട്രൈ ചെയ്തിട്ടാണ് അത് കിട്ടിയത്. ബ്രോ അത് പറയണം, ആ എക്സ്പീരിയൻസ്. പിന്നെ ഇവർ 2 പേരാണ് ബാക്കി പൂജ ആൻഡ് അജ്മൽ കേട്ടോ. ഇവർ 2 ആക്ടർ വന്നിട്ടുള്ളൂ. ബാക്കി ആരും വന്നിട്ടില്ല. അതും ഉണ്ടായിരുന്ന ആ കൂട്ടത്തില് അദ്ദേഹം വിളിച്ച് എടുത്ത് ആദ്യം ഞാൻ ലുക്ക് കണ്ടപ്പോൾ ജെൻസിക്ക് ലുക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് കാസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ വന്നു അത്രയാണ്. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രധാന പ്രശ്നമായത് അവർ ക്ലോസ് സ്മോക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടണമായിരുന്നു. സ്മോക്ക് അടിച്ച് എല്ലാവരും പരിവായി. അവസാനം ആ പാക്കപ്പ് ഫോട്ടോയിൽ വരെ സ്മോക്കാണ്. എല്ലാവരും കൃത്യമായിട്ട് കാണാൻ പോലും പറ്റിയില്ല. ആ ഒരു വിഷയം മാത്രമേ ഉള്ളായിരുന്നു. അതെല്ലാവരും സഹിച്ചാണ്. ഒരു ദിവസം മൊത്തം അതിനകത്താണ് ചെലവാക്കിയത്. ഞാൻ സൗണ്ട് അസിസ്റ്റ് ആയിട്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് വർക്കായിരുന്നു. നല്ല രസമായിരുന്നു. ക്ലാസ്സിലിരിക്കുമ്പോഴാണ് എന്നെ വിളിച്ചത്. വെറും ഒരു ടാഗ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പം ആക്ച്വലി ഈസി ആയിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ അതിന്റെ മോഡുലേഷൻ കറക്റ്റ് ആയിട്ട് പിടിക്കാൻ തന്നെ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ എടുത്തു. പക്ഷെ പിന്നെ എന്തെങ്കിലും സോർട്ട് ഔട്ട് ആയി വിചാരിക്കും. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മോഡുലേഷൻ ഒക്കെ പിടിക്കാൻ. ഇത് പറയേണ്ടത് ആശിഷ് സാറാണ്. കാസ്റ്റ് ചെയ്ത് അബ്ദുൾ സാറാണ്. അപ്പം എനിക്ക് ഞാൻ ഉദ്ദേശിച്ചൊരു ലുക്ക് എന്ന് വെച്ചാൽ വേറെ ലുക്കായിരുന്നു. അപ്പം അബ്ദുൾ സാർ ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ ആദ്യമൊക്കെ ഓക്കെ എന്ന് വിചാരിച്ചു. പക്ഷെ പെർഫോം ചെയ്ത് തുടങ്ങിയപ്പം കസറി എന്ന് പറയാം, അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു. പുള്ളിയുടെ കയ്യിൽ ചെറിയ സാധനം ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത് ചെറുതായി കട്ട് ചെയ്ത് കളഞ്ഞു. അതായത് ഇവൻ ഷൂട്ട് ചെയ്യുമ്പോൾ പോലെ പുള്ളിയുടെ ഓരോ ആക്ഷൻ കിട്ടി ഞങ്ങൾ ചിരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. ഒരു എന്താ 1000 ഓറ അതിന് മുകളിലുണ്ടായിരുന്നു ഷൂട്ടിംഗ് ടൈമിൽ പുള്ളിക്ക്. പുള്ളി അപ്പം പുള്ളി എത്താൻ പറ്റില്ല. പുള്ളി വരുന്ന സ്ഥലത്താണ്. പുള്ളി എന്നോട് പറഞ്ഞിരുന്നു അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് വെക്കണം, പുള്ളിക്ക് ആവശ്യമുണ്ട്. പിന്നെ എഡിറ്റർ ഹാഷ്മി ആയിരുന്നു. ഹാഷ്മി ആക്ച്വലി ഒരു കിടലിന് എഡിറ്റർ ആയിരുന്നു. അവൻ നല്ലോണം സപ്പോർട്ട് ചെയ്തു. പിന്നെ അതിനെപ്പറ്റി കുറച്ച് പുകഴ്ത്തി അടിക്കണമെന്ന് പറഞ്ഞായിരുന്നു. പറയാൻ പറ്റിയില്ല. പിന്നെ സൗണ്ട് ആദില്. അപ്പൊ അതിലാണ് ഇത് ഞങ്ങളുടെ സൗണ്ട് മിക്സ് ചെയ്തത്. അപ്പൊ അതിലും ഈ ടാഗ് ലൈനൊക്കെ പറയുന്നത് അവൻ കുറെ ഇങ്ങനെ ട്രൈ ചെയ്തു. പിന്നെ അവൻ നല്ലപോലെ കഷ്ടപ്പെട്ടു. എല്ലാവരും നല്ലപോലെ കഷ്ടപ്പെട്ടു. ക്ലാപ്പ് അടിക്കാൻ പറ്റി. ക്ലാപ്പ് അതന്നെ. എൻ്റെ പേര് പൂജ. ഞാൻ N29B ആക്ടിംഗ് ബാച്ചിലായിരുന്നു. ഈ ഒരു ആക്ച്വലി ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് ഫ്രം ദ ബിഗിനിങ് കൃഷ്ണനും അബ്ദുള്ള സാറും വെരി ക്ലിയർ അബൌട്ട് വാട്ട് ദേ വാണ്ടഡ്. അപ്പം മെയ്ഡ് ദ പ്രോസസ് എ ബിറ്റ് മോർ ഈസിയർ. പിന്നെ ഒരുപാട് ഫെമിലിയർ ഫേസസ് ഉള്ള ഒരു ആഡ് ആയിരുന്നു. അപ്പം ഇറ്റ് വാസ് ലൈക്ക് കമ്മിങ് ബാക്ക് ഹോം. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ അഭിനയിച്ച എല്ലാവർക്കും തന്നെ അവരുടെ കംഫർട്ട് സോണിന് അപ്പുറം വന്നിട്ട് ഒരു പുതിയ ലുക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ആഡായിരുന്നു. സോ ഓൾ ടുഗദർ ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
ഞാനൊരു എഞ്ചിനീയറിംഗ് ബാച്ചുകാരാണ്. എൻ്റെ നാട്ടിലുള്ളതാണ്. അപ്പോൾ ഏതൊരു പ്രോഗ്രാം വരുമ്പോഴും ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഇടങ്ങേറ് ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും വരുമ്പോൾ വിളിക്കണേ. അങ്ങനെ ഫസ്റ്റ് വരാൻ നേരം അവർ എന്നെ ഓർത്ത് വിളിച്ചു. സന്തോഷം. താങ്ക് യു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒരു ആഡ് പ്രൊഡക്ഷനിൽ നിയോ ഫിലിം സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇതുവരെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഫുൾ പ്രൊഡക്ഷൻ ഒരു വർക്ക് ഫ്ലോ നിങ്ങൾ കണ്ടു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ മ്യൂസിക് വീഡിയോസ് ചെയ്യാറുണ്ട്, ക്യാരക്ടർ പോർട്രേറ്റ്സ് ചെയ്യാറുണ്ട്, ഷോർട്ട് ഫിലിംസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇതുപോലെ വർക്ക് ഫ്ലോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള നമ്മുടെ പ്രൊഡക്ഷൻസിൻ്റെ വീഡിയോസും അല്ലാതെ BTS വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം കാണണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. Bye.